ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മുളകാ ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെയാണ് ഈ റെസിപ്പി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബജ്ജി മുളക് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതും അതുപോലെ ഒത്തിരി മൂത്ത് പോയതുമായിട്ടുള്ള ബജ്ജി മുളക് സെലക്ട് ചെയ്യാതെ നോക്കുക. മീഡിയം സൈസിലുള്ള മുളകാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പ് വെള്ളത്തിലാണ് ഇത് നന്നായിട്ട് കഴുകി എടുക്കുന്നത്. ബജ്ജി മുളക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം എല്ലാം തുടച്ച് നീക്കിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു അരിപ്പയിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവിൽ ചെറിയ കട്ടകളും ചെറിയ പുഴുക്കളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പത്തിരിപ്പൊടി അതുപോലെ ഇടിയപ്പത്തിന് അങ്ങനത്തെ നൈസ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് ആയതുകൊണ്ട് തന്നെ എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ തുടങ്ങി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം കടലമാവ് ആയതുകൊണ്ട് കൂടി തന്നെ പെട്ടെന്ന് ഇത് വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് ഒരു സ്പൂൺ വെച്ച് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഒത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിലാവരുത് നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത്. ഒരു സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഇതുണ്ട് ഇതുപോലെ പറ്റി പിടിച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ബജ്ജി മുളകിൻ്റെ അറ്റം ഞാനൊന്ന് ഒരു പകുതി വരെ നന്നായിട്ടൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ തരികളൊക്കെ ചിലപ്പോൾ നല്ല സ്പൈസി ആവാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ അതിലെ അരികളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തൊന്ന് കളയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് മുളകിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ ബജ്ജി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പം നമ്മൾ ബജ്ജി മുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബജ്ജി മുളക് ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ നമ്മുടെ ബജ്ജി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സോഡാപ്പൊടി ചേർത്തത് കൊണ്ടാണ് അങ്ങനെ വീർത്ത് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഓവർ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ പുറം കവർ ഫുള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളിലത്തെ മുളകും ഒന്നും വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുളകെല്ലാം നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിൽ ചിലവർ നടുവയ്ക്ക് പൊളത്തി അങ്ങനെ റെഡിയാക്കി എടുക്കുന്നവരുണ്ട്. അതെല്ലാം ഓപ്ഷനിലാണ്. അങ്ങനെ നമ്മുടെ ബജ്ജി മുളക് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല വീർത്ത് നല്ല ടേസ്റ്റായിരുന്നു ഇത്. അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. സോസൊക്കെ വെച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റാണിത്. അപ്പോൾ ഇതിനൊരു ചട്നി ഉണ്ട്, അതിന് ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ സോസ് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.